ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിലുള്ള ഒരു സാധനം കൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഒരു ഫേസ് സ്ക്രബ്ബർ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കുന്നതിനും അതുപോലെ നമ്മൾക്ക് പ്രായമേറുമ്പോൾ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ സ്കിൻ ലാഗിങ്, റിങ്കിൾസ് ഒക്കെ മാറ്റാൻ പറ്റിയതാണ്. അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ റാഗി പൗഡർ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂരവ്, പഞ്ഞപ്പുല്ല് ഇങ്ങനെയൊക്കെ പറയും. ഇവിടെ ഇതുപോലെ പാക്കറ്റിലാണ് റാഗി പൗഡർ കിട്ടുന്നത്. ഇതിൽ നിന്ന് നമ്മൾ 1 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുക്കുകയാണ്. ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന റാഗി പൗഡർ ആയാലും റാഗി പൊടിച്ചെടുത്തതായാലും കടയിൽ നിന്ന് വാങ്ങുന്നതായാലും ഒരു ചെറിയ തരിതരിപ്പ് റാഗി പൗഡറിനുണ്ടായിരിക്കും. നമുക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ളതിനെ മാറ്റിയെടുക്കണം. പക്ഷേ ഈ അരിച്ചെടുക്കുന്ന തരി നമുക്ക് കളയാനുള്ളതല്ല. അതിനെ നമുക്ക് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പാക്ക് നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കഴുത്തിലും കൈകളിലും മുഖത്തും എല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സ്ക്രബ്ബർ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്യാൻ മതിയാവും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ സ്ക്രബ്ബർ ഡെയിലി യൂസ് ചെയ്യില്ല. അപ്പം നമ്മൾ ഈ റാഗി അരിച്ചെടുത്തതിന് 2 പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അരിച്ചെടുത്ത ആ സ്ക്രബ്ബറിന് യൂസ് ചെയ്യുന്ന ആ തരിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുഖം ഒന്ന് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിനെ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് നേർത്ത കൺസിസ്റ്റൻസി വേണ്ട. നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ തേച്ച് ഉരച്ച് കഴുകിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി മതി. നമ്മൾ അതേസമയം തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള നല്ല നൈസായിട്ടുള്ള ആ പൗഡറിലേക്കും നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുകയാണ്. അതിനകത്തേക്കും ഞാൻ ഒഴിച്ചു കൊടുത്തത് 1 ടേബിൾ സ്പൂൺ പാല് ചർമ്മത്തെ പോഷിപ്പിക്കാനും മൃദുവാക്കാനും സഹായിക്കുന്നു. അതുപോലെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണമയമുള്ള സ്കിന്നാണെങ്കിൽ അല്ലെങ്കിൽ തേൻ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേൻ ഒഴിവാക്കാവുന്നതാണ്. ഈ പാലും നമ്മളെടുത്തിട്ടുള്ള കൂരവിൻ്റെ അല്ലെങ്കിൽ റാഗിയുടെ പൊടിയും മാത്രം മതി. ഇത് കണ്ണിന് ചുറ്റും കവിളിലും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അന്നേരം കുഞ്ഞുങ്ങൾക്ക് വരെ കഴിക്കാൻ വരെ കൊടുക്കുന്നതാണ് ഈ റാഗി. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ എന്ത് ഫേസ് പാക്കുകൾ ഉപയോഗിച്ചാലും ആദ്യം നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല എങ്കിൽ മാത്രമേ നമ്മൾ മുഖത്തേക്ക് തേക്കാവൂ. ഏത് സാധനം ആർക്ക് അലർജി ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സ്ക്രബ്ബർ യൂസ് ചെയ്യുകയാണ്. നമ്മൾ കഴുത്തിലും, ഇപ്പം ഞാൻ കഴുത്തിൽ തേക്കുന്നത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നതും കഴുത്തിലും കൂടി തേക്കുക. വെറുതെ ഒന്ന് ഞാൻ വെള്ളം കൊണ്ടൊന്ന് മുഖം കഴിയതിന് ശേഷം സ്ക്രബ് ചെയ്യേണ്ടിടമെല്ലാം മൂക്കിൻ്റെ സൈഡിലും ചുണ്ടിൻ്റെ സൈഡിലും ഒക്കെ കുറച്ച്, പിന്നെ കണ്ണിൻ്റെ അടുത്തുമൊക്കെ എന്തെങ്കിലുമൊക്കെ റാഷസ് ഉള്ള പോലെയൊക്കെ തോന്നുന്നിടത്തൊക്കെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. വട്ടത്തിലും മുകളിലേക്കും മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു 5 മിനിറ്റിനകത്ത് മതി. ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം കഴുകി കളയുക. ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് എല്ലാം മാറ്റുന്നതിന് നല്ലതാണ്. അതുപോലെ പാലും കൂടി ചേർന്നിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ക്ലെൻസറായി പ്രവർത്തിക്കുന്നു പാല്. ഇങ്ങനെ ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ ചേർക്കാതെ തന്നെ പച്ചപ്പാൽ ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകുന്നത് മുഖത്ത് നല്ലൊരു ക്ലെൻസിങ് ഇഫക്റ്റ് കിട്ടുന്നതാണ്. ഇനി അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാക്ക്, അതായത് നല്ല നേർത്തതായിട്ടുള്ള പൗഡറിൽ തേനും പാലും ചേർത്ത് വെച്ചിരുന്നതാണ് ഇപ്പോൾ തേക്കുന്നത്. ഈ പാക്ക് നേരത്തെ പോലെ സ്ക്രബ് ചെയ്ത് ഉരച്ച് കഴുകി കളയാനുള്ളതല്ല. ഇത് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒന്ന് ഉണങ്ങാൻ കൊടുക്കണം. ആദ്യത്തെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിയുമ്പം തന്നെ നല്ല മുഖത്തൊക്കെ നല്ല ഒരു ക്ലെൻസിങ് കിട്ടും. നല്ല സ്കിന്നൊക്കെ സോഫ്റ്റ് ആയതുപോലെ തോന്നിയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ കൊടുക്കാം.
അത് 25 മിനിറ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന ആ സമയം കൊണ്ട് ഞാൻ കയ്യിൽ കൂടി ഒന്ന് തേച്ചൊന്ന് കാണിച്ചു തരാം. പക്ഷേ കയ്യിലുള്ളത് ഞാനൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം മാത്രമേ വെക്കുന്നുള്ളൂ. അതിന് ഉള്ളിൽ തന്നെ ഇത് കഴുകിക്കളയുന്നുണ്ട്. ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സ്കിന്നിനുണ്ടായ വ്യത്യാസം ഇപ്പം തന്നെ നമുക്ക് കാണാവുന്നതാണ്. കയ്യിൽ കുറച്ച് പണിയുണ്ടായതുകൊണ്ട് പിന്നെ ഇത് അധികം നേരം വെക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വേഗം കഴുകിക്കളയുകയാണ്. അപ്പോൾ ഈ റാഗിയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പ്രായമാകുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മുഖത്തെ പാടുകളും ചുളിവുകളും എല്ലാം മാറ്റാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ പുരട്ടി ഒരു 10 മിനിറ്റ് ശേഷം നല്ലോണം ഒന്നും ഉണങ്ങിയിട്ടില്ല, പക്ഷേ ഞാനങ്ങ് കഴുകി മാറ്റുകയാണ്. ഇപ്പം തന്നെ 2 കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡെയിലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ കരിവാളിപ്പിനൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോഴാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി നല്ലൊരു റിസൾട്ട് നമുക്ക് മനസ്സിലാകുന്നത്. കൈകളൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മുഖം വാഷ് ചെയ്യാൻ പോവുകയാണ്. മുഖം വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമുക്കൊരു 20-25 മിനിറ്റ് കഴിയുമ്പം തന്നെ മുഖം നന്നായിട്ട് ഡ്രൈ ഒരു വലിച്ചിൽ പോലെ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സാഗി ആകാതെ നോക്കുന്നതിന് ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ്. കൈകളൊന്ന് നനച്ചതിന് ശേഷം അല്പാൽപമായി നനച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നനച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകി എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ കറുത്ത പാടുകളും സ്കിന്നിൻ്റെ സാഗ്നെസ്സും ഒക്കെ മാറാൻ ഡെയിലി ഉപയോഗിക്കുന്നതിന് പറ്റിയ പാക്ക് തന്നെയാണ്. അതുപോലെ അതിനുശേഷം ഞാൻ 2-3 തുള്ളി റോസ് വാട്ടർ എടുത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള പോർസൊക്കെ ഒന്ന് ക്ലോസ് ആവുന്നതിന് ഇതുപോലെ റോസ് വാട്ടർ അപ്ലൈ ചെയ്യുന്നതിന് നല്ലതാണ്. അപ്പോൾ തീർച്ചയായും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്ക് തന്നെയാണ്. നമ്മുടെ പ്രായ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഈ ഫേസ് പാക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.